സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കി. തോൽക്കേണ്ട മത്സരം അവസാനം ഇന്ത്യ തിരിച്ചുപിടിച്ചു. ഇന്ത്യ കളി ജയിച്ചത് ആരാധകർക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുപോലത്തെ ത്രില്ലിംഗ് മത്സരമായിരുന്നു ഇന്നത്തേത്. ഇന്ന് കളി ജയിച്ച് ഓരോ താരങ്ങൾക്കും അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേൾഡ് കപ്പിലെ എല്ലാ താരങ്ങൾക്കും കിട്ടിയ പ്രൈസ് മണിയുടെ ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വേൾഡ് കപ്പിലെ വിന്നേഴ്സിന് 20 കോടി രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ റണ്ണേഴ്സ് അപ്പിന് 10 കോടി. ഇനി ഇന്നത്തെ കളിയിലെ സ്മാർട്ട് ക്യാച്ചിനുള്ള അവാർഡ് കിട്ടിയത് സൂര്യകുമാറിനായിരുന്നു, $3000. കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് കോഹ്ലി ആയിരുന്നു, $5000. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയത് ബുംറയായിരുന്നു, 15 വിക്കറ്റ്, $15000 ബുംറയ്ക്ക് കിട്ടി. ഇനി ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് ഗുർബാസ് ആണ്, 281 റൺസ്. അതുപോലെ മോസ്റ്റ് വിക്കറ്റ് അർഷദീപ് സിംഗ്, 17 വിക്കറ്റ്. ഹയസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് ഷായ് ഹോപ്പ്. ബെസ്റ്റ് എക്കണോമി റേറ്റ് ടിം സൗത്തി. ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ചത് നിക്കോളാസ് പൂരൻ, 17 സിക്സ്. മോസ്റ്റ് 50+ അടിച്ചത് രോഹിത് ശർമ്മയും ഗുർബാസും. ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുത്തത് ഏഡൻ മാർക്രം, 8 ക്യാച്ചസ്. അതുപോലെ വിന്നേഴ്സായ ടീമിലെ എല്ലാ താരങ്ങൾക്കും ഗോൾഡ് കോയിൻ കൊടുത്തു. അതുപോലെ റണ്ണേഴ്സ് അപ്പിനും സമ്മാനം കൊടുത്തു. കോടികളാണ് ഒറ്റ ടൂർണമെന്റിൽ ചെലവാക്കിയത്. കൂടുതൽ പൈസ കിട്ടിയത് ഇന്ത്യക്കാർക്ക് തന്നെയാണ്. ഇന്ത്യൻ ടീമിന് ലഭിച്ച 20 കോടി എല്ലാവർക്കും വീതിച്ചു കൊടുക്കും. ശരിക്കും ഇന്നത്തെ മാച്ചിൽ ഇന്ത്യ ജയിക്കേണ്ടതല്ലായിരുന്നു. പക്ഷേ അവസാന നിമിഷമാണ് കളി തിരിഞ്ഞത്. സൂര്യകുമാറിന്റെ ഒരൊറ്റ ക്യാച്ചാണ് കളി തിരിച്ചത്. മില്ലറിന്റെ ആ ക്യാച്ച് 6 ആയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി തോറ്റേനെ. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ക്യാച്ചിനുള്ള അവാർഡ് സൂര്യകുമാർ സ്വന്തമാക്കി. ഈ ഒരു വേൾഡ് കപ്പിൽ ഇതുവരെ കോഹ്ലി ഫോം ആയിട്ടില്ല. എന്നാൽ ഫൈനൽ പോരാട്ടത്തിൽ മികച്ച കളി പുറത്തെടുത്ത് വിരാട് കോഹ്ലി ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു. അതുകൊണ്ട് തന്നെ മാൻ ഓഫ് ദി മാച്ച് ആയത് കോഹ്ലി ആയിരുന്നു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.